പിന്നെ ഞങ്ങളിവിടെ ഇപ്പോൾ എവിടെയുള്ളതെന്ന് അറിയാം, നമ്മുടെ കൊയിലാണ്ടി ബീച്ചിലാണുള്ളത്. അശ്വതിയും വിനീഷേട്ടനൊന്നും അവിടെ നിൽക്കുന്നുണ്ട്, ഹായ് വരുന്നുണ്ട്. കാശി കണ്ണേട്ടാ ഇങ്ങോട്ട് നോക്ക്, കണ്ണേട്ടാ. അപ്പോൾ വൈകുന്നേരം വെറുതെ ഒന്ന് ഇങ്ങോട്ട് നടക്കാൻ വന്നാണ്. രാവിലെ അമ്പലത്തിൽ പോയ കുറി ഇതുവരെ പോയില്ല. അപ്പോൾ ദാ കൊയിലാണ്ടി ഹാർബർ അപ്പുറത്തുണ്ട്. ഞങ്ങൾ വെറുതെ, പക്ഷെ ഇവിടെ നല്ല കുത്തലുള്ള ഇറക്കാം. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു, അപ്പോൾ നല്ല ഇറക്കായുണ്ട്. ബീച്ചിൽ പോയി ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആവാന്ന് വെച്ച് കുറച്ച് വീഡിയോ പോസുകളൊക്കെ എടുക്കാൻ നോക്കി. ഏടാ ചളി കളിക്കല്ലേ കാശിയെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാനാ. അവിടെ വെറുതെ കയറുകൊണ്ട് കെട്ടിയിട്ട ബോട്ടിലൊക്കെ ചാടി കയറുന്നുണ്ട്. അച്ഛനും കയറുന്നുണ്ട്, മോനും കയറുന്നുണ്ട്. ഞങ്ങൾ പറയുന്നുണ്ട് കയർ അയച്ചിട്ടാൽ അങ്ങ് എത്തിയിട്ട് കാണാം, മറ്റേ മോഹൻലാലും ശ്രീനിവാസനും പോയ പോലെ കര കാണാൻ കടലല്ല മേലെ എന്ന് പറഞ്ഞ് അങ്ങ് എത്തും എന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. കാശി കയറുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അങ്ങോട്ട് പോയി അതേ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോൾ തിരമാലല്ല, ബീച്ചിൽ പോയൊരു പ്രതീതിയില്ല. ഒരുമാതിരി കണയങ്കോട് പുഴേൻ്റെ സൈഡിൽ പോയൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ സ്ഥിരം കാഴ്ചകൾ ഹരിതകർമ്മസേനയൊന്നും ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാശി ഓടി ആ കുത്തനുള്ള കയറ്റം തന്നില്ലേ, ഇത് ഞാൻ വീഡിയോ എടുക്കാൻ അശ്വതിനോട് പറഞ്ഞെടുപ്പിച്ചതാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കടാപ്പുറത്ത് ഞാൻ പാടി പാടി കിടക്കുന്നു പറഞ്ഞാണ് കണ്ണേട്ടൻ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അവസാനം ഞങ്ങൾ മീൻ വാങ്ങാൻ പോയി. എനിക്കില്ലേ മീൻ വാങ്ങാൻ ഹാർബറിൽ പോകുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ മീനുകൾ കിടക്കുന്നത് കാണാനാണ്. എന്താ വെച്ചാൽ ഈ ബോട്ടിൽ ഒരു പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്തുമാതിരി മത്തിയ, ഇത് കാണാൻ നല്ല രസമാണ്. വീട്ടിൽ പോയിട്ട് ഇത് മുറിക്കുന്ന കഥയാണ് അതിലും ഭയാനകം. ഞാൻ അശ്വതി മത്സരിച്ചങ്ങ് മുറിക്കലാണ് സാധാരണ പതിവ്. ഞാൻ പറഞ്ഞു അധികം പൈസയ്ക്കൊന്നും വാങ്ങണ്ട കേട്ടോ, കുറച്ച് വാങ്ങിയാൽ അത് എനിക്കാവില്ല ഇത് മുറിച്ചുണ്ടാക്കാമെന്ന് പറഞ്ഞതിനെ കൊണ്ട് അധികമൊന്നും വാങ്ങിയില്ല. ഞാൻ എന്നാലും ഈ ബോട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്, ഇന്നെ തന്നെ എടുക്കുന്നുണ്ട്. അവസാനത്തോ ബക്കറ്റിൽ ലേലം വിളിക്കുമല്ലേ, 100 രൂപ 400 രൂപ 500 രൂപ എന്ന് പറഞ്ഞ് 4-5 കൊട്ടയിലൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ട് എന്തുമാതിരി മത്തിയാണ്, നല്ല ഫ്രഷ് മത്തി. മീൻ വാങ്ങാൻ പോകാന്ന് ശരിക്കും ഇങ്ങനെ കൊയിലാണ്ടി ഹാർബറിൽ പോയിട്ട് വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അവസാനം ഞാൻ ഇത്രയും വാങ്ങിയുള്ളൂ. ഇത്രയും വാങ്ങാനാണോ ഇത് ദൂരം വാങ്ങുന്നത്? നല്ല നല്ല ഫ്രഷ് മത്തിയല്ലേ, കണ്ടിരിക്കുന്നത് എന്താ തോന്നുന്നത്. അവസാനം ബിനീഷേട്ടൻ മത്തി നോക്കി നടക്കുന്നുണ്ട്. ഞങ്ങൾ ഹാർബറിൽ നിന്നും തിരിച്ച് ഇറങ്ങി. അത്യാവശ്യമുണ്ട്, എന്തായാലും മുറിക്കാൻ മാത്രമുണ്ട്. ഞാൻ ഇന്നെ തന്നെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അത് പതിവാണെങ്കിൽ ഇന്നെ തന്നെ വേറെ ആരും എടുക്കാൻ അല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എടുക്കണം. ഐ ലൈവ് കൊയിലാണ്ടി എന്നൊക്കെ ഹാർബറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം കഴിയാനായി, കുറച്ച് ലോങ് ആണ് വീഡിയോ. അപ്പോൾ ബൈ.